കൂട്ടുകാർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയല്ലോ. അങ്ങനെ കഴിഞ്ഞ ദിവസത്തെ വിശേഷം നമ്മൾ കണ്ടു. ആകെപ്പാടെ ടെൻഷൻ അടിച്ച് നിൽക്കുവാണ്. അപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എങ്ങനെയാണ് നവ്യനെ ഒന്ന് കയ്യിലെടുത്തേ മതിയാവുള്ളൂ. കാരണം തലയ്ക്ക് മീതെ നിൽക്കുന്ന അതിനേക്കാളും വലിയൊരു ബോംബാ. ഇവൾക്കൊരു സംശയമൊന്നും തോന്നിക്കൂടാ. അതുകൊണ്ട് നവ്യയോട് കുറച്ച് സ്നേഹമൊക്കെ കാണിക്കുകയാണ് അബി. പക്ഷേ ഈ സ്നേഹമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നവ്യയ്ക്ക് മനസ്സിലായി ഇവൻ കള്ളത്തരോ കാണിക്കുന്നെന്നുള്ളത്. പിന്നീട് അബിയോട് പറഞ്ഞു, എനിക്കറിയാടാ, ഇത് നിന്റെ കള്ളത്തരത്തിലൊന്നും സ്നേഹമാന്ന്. ഇത് കേട്ടപ്പോ അബി പറഞ്ഞു, അതെ, എനിക്ക് ഇങ്ങനെയൊക്കെ നിന്നെ സ്നേഹിക്കാൻ അറിയത്തുള്ളൂ എന്ന് പറയാ. ആര് പറഞ്ഞു നിനക്ക് എന്നെ ഇങ്ങനെ സ്നേഹിക്കാൻ അറിയത്തുള്ളെന്ന്? അതൊന്നും അല്ലെന്ന് പറയണം. ഇത് കേട്ടപ്പോ അബി ഒന്ന് ഞെട്ടി. പിന്നെ എങ്ങനെയാ നിനക്ക് സ്നേഹം പ്രകടിപ്പിക്കാനൊക്കെ അറിയാം. കല്യാണത്തിന് മുമ്പ് എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്. നീ എന്നെ പാർക്കിലും ബീച്ചിലും കൊണ്ടുപോയത് ഓർമ്മയുണ്ടോ? അന്നൊക്കെ എന്തൊക്കെ സ്നേഹപ്രകടങ്ങളായിരുന്നു ചോദിക്കണം. ഇത് കേട്ടപ്പം അബിക്ക് ഒരു സമാധാനമായി. ആകെപ്പാടെ പേടിച്ചു. ഇനിയിപ്പോ വേറെ ആരോടെങ്കിലും താൻ സ്നേഹം പ്രകടിപ്പിക്കുന്നത് കണ്ടിട്ടാണോ ഇവൾ അങ്ങനെ പറഞ്ഞതെന്നൊരു ചിന്ത മനസ്സിലേക്ക് വന്നായിരുന്നു. ഓ അതോ, അത് പിന്നെ കല്യാണത്തിന് മുമ്പ് അങ്ങനെയല്ലേ, പ്രണയിച്ച് നടക്കുമ്പോ അങ്ങനെയല്ലേ നിൽക്കും. അതേടാ, ഇതാ പറയണ പ്രണയിച്ച് കല്യാണം കഴിക്കില്ലെന്ന് പറയുന്നേ. പ്രണയിച്ച് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ കല്യാണത്തിന് മുമ്പ് ആ സ്നേഹമൊക്കെ അങ്ങോട്ട് കൊടുത്തു തീർക്കും. പക്ഷെ കല്യാണത്തിന് ശേഷം പ്രണയിക്കുവാണെങ്കിൽ അതെന്നും നിലനിൽക്കും എന്നൊക്കെ പറയാം. ഇതൊക്കെ നിന്നോട് ആരാ പറഞ്ഞേ? അതൊക്കെ നിന്റെ വെറും തോന്നല് മാത്രമാണെന്ന് പറയാം. ആരും പറഞ്ഞല്ലടാ, എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ പഠിച്ചാന്ന് പറയാം. ഇത് കേട്ടതും അത് പറഞ്ഞു, നവ്യ നീ ഇങ്ങനൊന്നും പറയില്ല, എനിക്ക് ആ പട വിഷമമാവുന്നുണ്ടെന്ന് പറയണം. അതെ, നിനക്ക് വിഷമാവുന്നുണ്ടെന്ന് അറിയാം. പക്ഷെ പുറമേ നീ വിഷമം കാണിച്ചാൽ ഉള്ളിൽ സന്തോഷിക്കുക. നീ മാത്രല്ല, നിന്റെ അമ്മ അങ്ങനെയാന്ന് പറയണം. എനിക്കറിയാം. ഞാനിവിടുന്ന് എങ്ങനെയാലും പോണമെന്ന് കാണിച്ച പ്രാർത്ഥനകളും നേർച്ചകളുമായിട്ട് നീ കഴിയുവാന്ന് എനിക്ക് അറിയാന്ന് പറയാം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ അങ്ങോട്ട് പോയാലും നിനക്ക് ഇവിടെ നിന്റെ തോന്നിയാസം നടക്കാന്നൊരു ചിന്തയുണ്ടെങ്കിൽ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല ബി. പിന്നെ ഞാൻ പോയി കഴിഞ്ഞാൽ എന്നെ മര്യാദയ്ക്ക് അങ്ങോട്ടേക്ക് കാണാൻ വന്നോണോ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ടേക്ക് വരുമെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ അവിയെന്ന് ഞെട്ടി. ദൈവമേ, ഈ മാനോണം എങ്ങനെയാലും പോയി കിട്ടണമെന്ന് ഓർത്ത് കഴിഞ്ഞപ്പോൾ അവൾ വീണ്ടും ഇങ്ങോട്ട് വരുമെന്നോ. പിന്നെ കുഞ്ഞുണ്ടായി കഴിഞ്ഞാലും മര്യാദയ്ക്ക് കുഞ്ഞിനെ കാണാനൊക്കെ വന്നോണം. എനിക്ക് നിന്റെ കാര്യത്തിൽ നല്ല സംശയമുണ്ട്. നീ ആയതുകൊണ്ട് ഞാൻ പറയുന്ന എന്നൊക്കെ പറയണം എന്നും പറഞ്ഞുകൊണ്ട് നവ്യ എങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ്. ഈ സമയം അബി ആകെപ്പാട് ടെൻഷൻ അടിച്ച് ഇറങ്ങി ചെല്ലുമ്പോഴത്തേനും ജലജ വന്നിട്ട് ചോദിച്ചു, എന്താടാ? എന്ത് ചെയ്യാനമ്മ, എനിക്കറിയില്ല എന്ന് പറയാ. എടാ, നാളെ നിന്റെ ഭാര്യയുടെ 7ാം മാസത്തെ ചടങ്ങല്ലേ? ചടങ്ങാ? ചടങ്ങാന്നും പറഞ്ഞിട്ട് അവളുടെ വീട്ടിൽ നിന്ന് എന്തേലും കൊണ്ട് തരുവാടാ നിനക്കെന്ന് ചോദിക്കാണ്. എന്ത് തരാനായിട്ട്? ഒന്നും കിട്ടത്തില്ലെന്ന് പറയണേ. അല്ല, ഇനിയിപ്പോ 7ാം മാസത്തെ ചടങ്ങിന് വേണ്ടിയിട്ട് നിന്നോടൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറയുമെന്ന് ചോദിക്കുകയാണ്. നിന്നോട് മാത്രമല്ല, മിക്കവാറും അവൾ എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഏതാണ്ട് മല മറിച്ച് അവൾക്ക് കൊടുക്കണമെന്ന്. ഞാനെന്ത് കൊടുക്കാനായിട്ടാ? ഞാനൊന്നും കൊടുക്കാനൊന്നും പോകുന്നില്ല. എങ്ങനെയെങ്കിലും ആ ഒഴിയാബാധയെ വീട്ടിൽ നിന്ന് പോയാൽ മതി എന്നുള്ളതെന്ന് പറയാ. ഇത് കേട്ടപ്പോൾ അഭി പറഞ്ഞു, അതുപോലെ തന്നെയാമേ എനിക്കും. എങ്ങനെയെങ്കിലും പോയാൽ മതിയെന്നേ ഉള്ളൂ. പക്ഷെ അത് കഴിഞ്ഞിട്ട് 5-6 മാസം കഴിയുമ്പോൾ അവൾ വീണ്ടും ഇങ്ങോട്ട് തിരികെ വരില്ലേ? അപ്പൊ എന്ത് ചെയ്യുമെന്ന് ചോദിക്കാം. അത് അപ്പോഴത്തെ കാര്യമല്ലേ. അത്ര നാളൊരു സമാധാനം കിട്ടൂല മനുഷ്യന്. അത് മതിയെന്ന് പറയാണ്. ഇങ്ങനെയെങ്കിലും ഒന്ന് പോയി കിട്ടിയാൽ മതി. അവള് മാത്രമല്ല, അവളുടെ അനിയത്തിയും കൂടെ പോയി കിട്ടുവാണെങ്കിൽ അത്ര സമാധാനമാവെന്ന് പറയണം. അല്ലെങ്കിൽ തന്നെ ഇവളെ കൊണ്ട് പൊറുതിമുട്ടി ഇരിക്കുമായിരുന്നു. ഏത് സമയം ഒരു ജ്യൂസ് ചോദിക്കുന്നു, ചായ ചോദിക്കുന്നു, എല്ലാം അവളുടെ ഇരിപ്പിടത്തെ കൊണ്ടേ കൊടുക്കണം. ഇനി എനിക്ക് സമാധാനമായെന്ന് പറയാണ്. ഇനി അവളുടെ അമ്മയെ അനുഭവിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ജലജ അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയത്ത് കനക 7ാം മാസത്തെ ചടങ്ങിന് പോകുമ്പോൾ കുറെ പലഹാരങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണം. അതൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ തന്നെ ഗോവിന്ദൻ അങ്ങോട്ട് വന്നു. ഗോവിന്ദൻ വന്നിട്ട് എല്ലാം ആക്കിയെന്ന് ചോദിക്കണ്ടേ. എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുക. വേണമെങ്കിൽ കടയിൽ നിന്ന് മേടിക്കായിരുന്നു. പക്ഷെ കടയിൽ നിന്ന് മേടിക്കുന്ന നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന പോലെ ആകത്തില്ലോ. പോരാത്തിന് 7ാം മാസം ചടങ്ങല്ലേ, എന്തെങ്കിലും കാര്യമായിട്ട് കൊണ്ടുപോകാൻ വേണ്ടേന്ന് ചോദിക്കുകയാണ്. ആ സമയം ഗോവിന്ദൻ പറഞ്ഞു, അത് പിന്നെ നമ്മൾ കാര്യമായിട്ടൊന്നും ചടങ്ങിന് കൊണ്ടുപോകുന്നില്ല കനകയെന്ന് പറയണം. എന്ത് കൊണ്ടായിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെയല്ല നമ്മൾ ചെയ്യുന്നില്ലേ. ഇത് കൂടുതൽ നമ്മൾ എന്താ സഹായിക്കണേന്ന് ചോദിക്കുകയാണ്. നമ്മുടെ അവസ്ഥ അവർക്ക് അറിയാവുന്നതല്ലേ. പിന്നെ അവർക്ക് നമ്മുടെ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഈ പറയുന്ന മോളെ നമ്മൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരല്ലോ എന്ന് ചോദിക്കും. ഇനിയിപ്പം ഇവിടെ വന്ന് ഡെലിവറിയും കാര്യങ്ങളൊക്കെ നമ്മളെല്ലാം നോക്കണേന്ന് ചോദിക്കുക. അത് ശരിയാ. പക്ഷേ എങ്കിൽ ആ അബി എന്ന് പറയുന്നവൻ വരുവോ, നമ്മുടെ ഇങ്ങോട്ട് നമ്മളെ മോളെ കൊണ്ടുവന്നാൽ വരുവോ എന്ന് പോലും എനിക്ക് തോന്നില്ലെന്ന് പറയാണ് ഗോവിന്ദൻ. അത് ശരിയാ, അവന്റെ സ്വഭാവം വെച്ച് അവൻ വരാൻ വഴിയില്ല. പക്ഷെ നമുക്ക് നമ്മുടെ മോളെ ഉപേക്ഷിച്ച് കളയാൻ പറ്റില്ലല്ലോ. അവൻ വന്ന് നോക്കിയില്ലെങ്കിൽ നമ്മൾ അവളെ നോക്കിയല്ലേ പറ്റുള്ളൂ. അത് മാത്രമല്ല, അവളുടെ ഇപ്പോഴത്തെ അവസ്ഥ കൊണ്ട് എനിക്ക് തന്നെ സങ്കടം വരുന്നുണ്ട്. പാവം തോന്നുന്നുണ്ട്. മുമ്പേത്തെ നവിയായിരുന്നെങ്കിൽ എനിക്ക് ഇത്ര സങ്കടം വരില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴവൾക്കാണെങ്കിൽ നല്ല മനസ്താപമുണ്ട്. അവൾക്കിപ്പോൾ തോന്നുന്നുണ്ട് ഇതൊന്നും വേണ്ടിയിരുന്നില്ല എന്ന്. അന്ന് ആദർശിന്റെ ആലോചന വന്നു കഴിഞ്ഞപ്പോൾ അത് മതിയായിരുന്നു ചിലപ്പം അവൾക്ക് തോന്നുന്നുണ്ടായിരിക്കും. ഇല്ലേ ഗോവിന്ദേട്ടാന്ന് ചോദിക്കാം. അത് ശരിയാ. പക്ഷേ എങ്കിൽ അത് വിധിച്ചിരിക്കുന്ന നമ്മുടെ നയനമോൾക്കാ. നയനമോളുടെ മനസ്സ് അത്ര നല്ലതായിരുന്നു. അതുകൊണ്ടാണ് അവൾക്ക് ആദർശമോനെ പോലെ നല്ലൊരു പയ്യനെ കിട്ടിയെന്ന് പറയാണ്. അത് കേട്ടപ്പം കനക പറഞ്ഞു, അത് ശരിയാ. പക്ഷെ ഇപ്പൊ കളിക്കുന്ന കളിയുണ്ടല്ലോ, അമ്മായിമ്മയും മരുമോളും തമ്മിലുള്ള, അത് ഞാൻ പൊളിച്ചെടുക്കൂന്ന് പറയാണ്. ഇത് കേട്ടപ്പം ഗോവിന്ദൻ ചോദിച്ചു, അല്ല നീ എന്ത് ചെയ്യാൻ പോവാ?
അതൊക്കെ കണ്ടോ ഗോവിന്ദേട്ടൻ. ഞാൻ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ഞാൻ ചില പ്ലാനുകളൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയണേ. എന്ത് പ്ലാനുകൾ? അത് പിന്നെ ഇപ്പൊ അമ്മായിമ്മയും മരുമോളും നല്ല സീറ്റിങ്ങിലാണല്ലോ. ഒരു പക്ഷേങ്കിൽ ഈ അമ്മായിമ്മയും മരുമോളും തമ്മിലുള്ള അടുപ്പ് ആ കുടുംബത്തിൽ മറ്റാർക്കും അറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ അമ്മായിമ്മ പരസ്യമായിട്ട് മരുമോളെ അംഗീകരിക്കണം. അത് അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? അംഗീകരിക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ചില തന്ത്രങ്ങളൊക്കെ ഇറക്കുമെന്ന് പറയണേ. എന്ത് തന്ത്രം? ഞാൻ അവിടെ ചെന്നിട്ട് നമ്മുടെ മോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരും. അതിന് ആദർശ് സമ്മതിക്കുമെന്ന് ചോദിക്കുക. ആദർശനോട് പറഞ്ഞാലാം കുറച്ച് ദിവസം മോളെ ഇവിടെ വന്ന് നിൽക്കട്ടെ എന്ന്. പോരാത്തിന് നവ്യയും കൂടെ ഇങ്ങോട്ട് പോരുമല്ലേ. അങ്ങനെ കൂട്ടിക്കൊണ്ട് വരുമ്പോൾ അമ്മായിമ്മയ്ക്ക് മരുമോളെ കാണാതിരിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ അമ്മായിമ്മ ഇവിടെ വരും. അങ്ങനെ വന്ന് കഴിയുമ്പോൾ അമ്മായിമ്മയുടെ നമുക്ക് മുഖത്ത് നോക്കി കാര്യങ്ങളൊക്കെ ചോദിക്കാം. അല്ലെങ്കിൽ അമ്മായിമ്മ പറയും, എനിക്ക് എൻ്റെ മരുമോളെ ഇപ്പൊ പ്രാണനെ പോലെ സ്നേഹമാണ്, ഞങ്ങൾ തമ്മിൽ ഇഷ്ടമുണ്ട്, അല്ലാതെ ഞങ്ങൾ തമ്മിൽ അകൽച്ചയൊന്നും ഇല്ലാന്ന് എല്ലാവരുടെയും മുന്നിൽ പറയുകയും ചെയ്യും. അങ്ങനെ പറയിപ്പിക്കണം. എല്ലാവരുടെയും മുന്നിൽ പരസ്യമായിട്ട് മരുമോളെ അംഗീകരിക്കണം. എങ്കിൽ മാത്രം ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തുള്ളൂ എന്ന് പറയാണ്. ഇത് വല്ലതും നടക്കുമോ കനകയെന്ന് ചോദിക്കുക. നടക്കണമല്ലോ, നടക്കാതിരുന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് പറയണം. കനക ഭയങ്കര ആത്മവിശ്വാസത്തിലാണ്. കനകയ്ക്ക് അറിയാൻ നടക്കുമെന്നുള്ള കാര്യം. ഈ സമയം ഏറ്റവും ദേഷ്യം അനാമികയ്ക്കായിരുന്നു. അനാമിക ആകെപ്പാടെ കട്ടക്കലിപ്പോടെ ഇരിക്കുമ്പോഴത്തേനും അങ്ങോട്ടേക്ക് രേവതിയും വീണ്ടും മുതിരിച്ചു. അല്ല മോളെ, നാളെയല്ലേ അവളുടെ 7ാം മാസ ചടങ്ങ്, മോള് പോകുന്നില്ലേന്ന് ചോദിക്കുകയാണ്. എങ്ങനെ പോവാൻ എൻ്റെ അച്ഛാ, എനിക്ക് പോകാൻ തോന്നില്ലെന്ന് പറയാം. മോളെ നീ ചെല്ലാതിരിക്കില്ല. നാളെ 7ാം മാസ ചടങ്ങിന് അവള് മിക്കവാറും വരുമായിരിക്കാന്ന് നന്ദു എന്ന് പറയുന്നുള്ളു. അതിന് അവളുടെക്ക് ഏതാണ്ട് ചിക്കൻ ബോക്സ് ഒക്കെയാന്ന് പറഞ്ഞ് കുറഞ്ഞു കാണുമോ? കുറയാതിരിക്കത്തില്ലോ, ഇപ്പൊ കുറഞ്ഞു കാണുമെന്ന് പറയണം. അവള് വരുമായിരിക്കും എന്ന് പറയാം. ഇത് കേട്ടപ്പോ അനാമി പറഞ്ഞു, അങ്ങനെയാണ് ഞാൻ പോകും, പക്ഷെങ്കില് അവള് വരാതിരിക്കണം. ഇത് കേട്ടപ്പം ജയവതി പറഞ്ഞു, അവള് വരാതിരിക്കും, അവളുടെ ചേച്ചിയുടെ ചടങ്ങല്ലേ. അത് ശരിയൊക്കെ തന്നെയാ, അവള് വരില്ല ആ ചടങ്ങിന്. അവള് വരാതിരിക്കുക മാത്രമല്ല, ഒരു കാരണവശാലും ഈ പറയുന്ന അവളുമാരിനി ആ വീട്ടിലേക്ക് കാലുകുത്തല്ല. പോകുന്ന അവളുമാർ പോയ വഴിക്ക് തന്നെ പോണം. ഡെലിവറിയും കഴിഞ്ഞിട്ട് ആ കുടുംബത്തിലേക്ക് തിരികെ വരില്ലെന്ന് പറയണം. അങ്ങനെയുണ്ടെ മാത്രമേ എനിക്ക് അവിടെ കളികളൊക്കെ നടത്താൻ പറ്റുള്ളൂ. ഈ പറയുന്ന നവ്യ നയന ഉണ്ടെങ്കിൽ എനിക്ക് ഒരു കളികളും അവിടെ നടത്താൻ പറ്റില്ല അച്ഛാ. കാരണം ഞാൻ എന്ത് ചെയ്താലും അവളുമാരുടെ ഒരു കണ്ണ് എപ്പോഴും ഉണ്ട്. പ്രത്യേകിച്ച് ആ നവ്യ, അവളിങ്ങനെ നോക്കി നടക്കുക ഞാൻ എന്താ ചെയ്യുന്നതെന്നൊക്കെ. ഇത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ മോളൊരു കാര്യം ചെയ്യാം, എത്രയും പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോകാൻ പറയണേ. ഇവിടെ നിന്നിട്ട് കാര്യമില്ല. പോകുന്ന കാര്യം ഓർക്കുമ്പോൾ എനിക്ക് സങ്കടമാണ്. ആ അനിയുടെ മുഖം കാണണ്ടേ, അവന്റെ മുഖത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ദേഷ്യം വരുന്നുണ്ടെന്ന് പറയാം. എന്നോടൊരു നല്ല വാക്ക് പോലും പറയത്തില്ല. പിന്നെ ഞാൻ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേനും അവന് ഇഷ്ടപ്പെടുത്തില്ലെന്ന് പറയാം. അത് പിന്നെ മോക്ക് തോന്നുന്നല്ലേ, മോളോട് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും മോളങ്ങോട്ട് ഇടിച്ചു കയറിക്കണം. അങ്ങോട്ട് ഇടിച്ചു കയറി അങ്ങ് നിന്നോണം. അവനെ കയ്യിലെടുക്കാൻ നോക്കണം എന്ന് പറയാം. പിന്നെ ആദ്യമൊക്കെ ഞാൻ നോക്കുമായിരുന്നു, ഇപ്പൊ ഞാൻ മൈൻഡ് ചെയ്യാൻ പോലും പോകത്തില്ല. അല്ല അതെങ്ങനെയാ, അവന്റെ മുന്നിലേക്ക് എന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ അവൻ ഓരോ കാര്യം പറഞ്ഞിട്ട് ചൊറിയുന്ന വർത്താനം പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരും. അത് കേട്ട് കഴിയുമ്പോൾ എനിക്ക് ദേഷ്യം വരും. പിന്നീട് ഞാൻ വഴക്കുണ്ടാക്കിയ സാധാരണ പോവാറുള്ളെന്ന് പറയാം. മോളെ അതൊക്കെ മാറ്റി വെക്കണം. കുറച്ച് നാളത്തേക്ക് തന്ത്രമാണ് നമുക്ക് വേണ്ടത്. നീ എങ്ങനെയെങ്കിലും ആ കുടുംബത്തിലുള്ളവരെ എല്ലാം മയക്കെടുക്കാൻ നോക്ക്. ആദ്യം അനിയെ മയക്കെടുക്ക്, ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ വഴിയെ നടന്നോളൂ എന്ന് പറയാം. അതിനുശേഷം ആ നയനെന്ന് പറയുന്നവരുടെ അമ്മായിമ്മ ഉണ്ടല്ലോ ദേവേനി, അവളെയും കൂടെ കയ്യിലെടുക്കണം. അവരുടെ കയ്യിലാണ് സ്വത്തും പണവും എല്ലാം കൂടുതലുള്ളത്. അപ്പൊ അവരെ മയക്കെടുത്ത് മുമ്പ് മോള് മേടിച്ച പോലെ തന്നെ നെക്ലേസും കാര്യങ്ങളൊക്കെ മേടിക്കണം. എന്നിട്ട് അവിടുന്ന് പോന്നാലും കുഴപ്പമില്ല, കിട്ടാനുള്ളത് കിട്ടിയിട്ട് പോന്നാലും പ്രശ്നമില്ലെന്ന് പറയണം. അത് കേട്ടപ്പോൾ അനാമ പറഞ്ഞു, അതൊക്കെ ശരി തന്നെയാ, പക്ഷെ അതൊക്കെ നടക്കുന്ന കാര്യമാണ് അമ്മേന്ന് ചോദിക്കണം. എന്തുകൊണ്ട് നടന്നുകൂടാ? നീ ഒന്നും മനസ്സ് വെച്ചാൽ എന്ത് കാര്യം നടക്കാത്തെ എന്നൊക്കെ ചോദിക്കുകയാണ്. അവസാനം അനാമി പറഞ്ഞു, ഞാൻ നോക്കട്ടെ, എന്തെങ്കിലും വഴിയുണ്ടോ നോക്കട്ടെ എന്ന് പറയാണ്. ഒരു കാര്യം ഉറപ്പാ, ആ നന്ദു എന്ന് പറയുന്നവൾ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇത്തവണ ഞാൻ പ്രശ്നം ഉണ്ടാക്കും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അവളെ അവിടെ കാലുകുത്താണ്ട് ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അനാമിക അങ്ങോട്ട് തിരികെ വീട്ടിലേക്ക് പോണേ. ഈ സമയം അനന്തപുരിയില് 7ാം മാസ ചടങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുമായിരുന്നു. എല്ലാം ഗംഭീരമായിരിക്കണം, ഒന്നിനും ഒരു കുറവും വരത്തില്ലെന്ന് ആദർശ് നയനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നയനെ ഏറ്റെടുക്കണം. ആദർശ നിർബന്ധം ഉണ്ടായിരുന്നു. കാരണം അബി ഇതൊന്നും ചെയ്യത്തില്ലെന്നറിയാം. നവ്യയ്ക്കൊരു വിഷമം ഉണ്ടാവരുത്. ഒന്നുമല്ലേ നയനയുടെ ചേച്ചിയല്ലേ. അപ്പം അവൾക്ക് നല്ല പോലെ അവളെ പറഞ്ഞു വിട്ടില്ലെങ്കിൽ നയനയ്ക്കും ബുദ്ധിമുട്ടാവുന്ന കാര്യമല്ലേ. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും വൃത്തിയായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൂടെ ദേവേനയും കൂടി നയനയുടെ കൂടെ ആരും കാണാതെ അമ്മായിമ്മയും മരുമോളും കൂടെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്കൂടെ ആരെങ്കിലും നോക്കണ സമയത്ത് പതുക്കെ അവരും കൂടെ മാറിപ്പോവും. പക്ഷെ ആരും ഇല്ലാത്തപ്പോൾ രണ്ടുപേരും കൂടെ കൊച്ചു വർത്താനം പറഞ്ഞുകൊണ്ട് അവിടെ അങ്ങോട്ട് നിൽക്കും. ആരുടെയെങ്കിലും തലവെട്ടം കണ്ടിട്ടുണ്ടെങ്കിൽ അവിടുന്ന് പെട്ടെന്ന് ഓടി ഒളിക്കുകയും ചെയ്യും. ആദർശിന് ചില സംശയങ്ങളൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആദർശ് അത് കൂടുതലായിട്ട് കാര്യമാക്കാണ്ട് പോയില്ല. ചിലപ്പോൾ തന്റെ സംശയം മാത്രമായിരിക്കും. ഒരു കാരണവശാലും അമ്മായിമ്മയും മരുമോളും തമ്മിൽ അടുക്കാനായിട്ട് വഴിയില്ല. അമ്മയ്ക്കാണെങ്കിൽ അവളുടെ പേര് കേൾക്കുന്നതിന് ദേഷ്യമല്ലേ, പിന്നെ തന്റെ തോന്നലായിരിക്കും എന്നൊക്കെ ആദർശ് കരുതുവാണ്. അങ്ങനെ 7ാം മാസത്തെ ചടങ്ങിന്റെ ദിവസം വന്നെത്തി. അങ്ങനെ 7ാം മാസ ചടങ്ങിന്റെ ദിവസം വന്നു വെച്ചപ്പോൾ നയനെ പോയി നവ്യനെ റെഡിയാക്കുവാണ്, ഒരുക്കമൊക്കെ ചെയ്യുവാണ്. നവ്യക്ക് സന്തോഷമുണ്ട് വീട്ടിലേക്ക് പോകുന്നില്ല. അതിനേക്കാൾ ഇവർ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ അബിയുടെ കാര്യത്തിൽ നല്ല ടെൻഷനാണ്. അബി മിക്കവാറും
തിരികെ വരുമ്പത്തിന് ഏത് അവസ്ഥയിലാവും ഓർത്തിട്ട് ടെൻഷൻ ഉണ്ട്. ഇവിടുന്ന് താൻ പോകാനായിട്ടായിരിക്കും. ഇനിയിപ്പോൾ അവൻ വേറെ വല്ല പെണ്ണുങ്ങളെ പുറകെ പോവോ അതൊന്നും പറയാൻ പറ്റില്ല. അബിയുടെ സ്വഭാവമല്ലേ, താൻ ഇവിടെ ഉള്ളപ്പോൾ പോലും അവൻ ആ രീതിയിലാണ് പെരുമാറുന്നത്. അപ്പൊ താനും കൂടെ ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാവുന്നൊരു പേടി നബിക്കുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.